ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ഉൾപ്പെടുന്ന പട്ടൗഡി രാജകുടുംബത്തിന്റെ 15,000 കോടിയുടെ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കുന്നു. ഈ വാർത്ത മാധ്യമങ്ങളിലെ തലക്കെട്ടുകൾ കൈയടക്കിയിട്ട് കുറച്ചു ദിവസമായി. ശത്രു സ്വത്ത് അഥവാ എനിമി പ്രോപ്പർട്ടി എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന ഈ സ്വത്ത് സർക്കാരിന് എങ്ങനെയാണ് ഏറ്റെടുക്കാനാവുക? സെയ്ഫ് അലി ഖാന് എങ്ങനെയാണ് ഈ നീക്കത്തെ നിയമപരമായി നേരിടാനാവുക? എന്താണ് എനിമി പ്രോപ്പർട്ടി? വിശദമായി നോക്കാം. പട്ടൗഡി കുടുംബത്തിന്റെ ഭോപ്പാലിലുള്ള സ്വത്തുക്കളാണ് ശത്രു സ്വത്ത് അഥവാ എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സെയ്ഫ് കുട്ടിക്കാലം ചെലവഴിച്ച ഫ്ലാഗ്സ്റ്റാഫ് ഹൗസ്, ലക്ഷറി ഹോട്ടലായ നൂർ സബാഹ് പാലസ്, ദാറുസലാം, ഹബീബി ബംഗ്ലാവ്, അഹമ്മദാബാദ് പാലസ്, കൊഹേഫിസ സ്വത്തുക്കൾ എന്നിവയാണവ. കൊഹേഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്ന ഏറെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് ഈ വസ്തുവകകൾ. സ്വത്ത് ഏറ്റെടുക്കുകയാണെന്ന് കാണിച്ച് കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെന്റ് 2014 സെയ്ഫിന് നോട്ടീസ് അയക്കുന്നത്. തുടർന്ന് ഇതിനെതിരെ 2015 സെയ്ഫ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് സ്വത്ത് ഏറ്റെടുക്കുന്നതിന് ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബർ 13 ഹൈക്കോടതി ഈ സ്റ്റേ നീക്കിയിരുന്നു. അപ്പലേറ്റ് അതോറിറ്റിയെ സമീപിക്കാൻ സെയ്ഫിന് 30 ദിവസത്തെ സമയം നൽകുകയും ചെയ്തു. എന്നാൽ സെയ്ഫിനോ കുടുംബാംഗങ്ങൾക്കോ സമയപരിധിക്കുള്ളിൽ അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെയ്ഫിന് കുത്തേൽക്കുന്നതും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാകുന്നതും ഈ കാലയളവിലാണ്. അപ്പീൽ സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പട്ടൗഡി കുടുംബത്തിന്റെ സ്വത്തുവകകൾ സർക്കാരിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരിക. 1947 ഭോപ്പാൽ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു നവാബ് ഹമീദുള്ള ഖാൻ. അദ്ദേഹത്തിന്റെ 3 മക്കളിൽ മൂത്തയാളായിരുന്ന ആബിദ സുൽത്താൻ 1950 പാകിസ്ഥാനിലേക്ക് കുടിയേറി. രണ്ടാമത്തെ പുത്രിയായിരുന്നു സാജിദ സുൽത്താൻ, അതായത് സെയ്ഫ് അലി ഖാന്റെ മുതുമുത്തശ്ശി. ഇവർ വിവാഹം ചെയ്തത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായിരുന്ന നവാബ് ഇഫ്തിഖാർ അലി ഖാനെയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയും ഇംഗ്ലണ്ടിന് വേണ്ടിയും കളിച്ച ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം. ഇവർക്ക് ജനിച്ച പുത്രനാണ് പട്ടൗഡി കുടുംബത്തിന്റെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി ഖാൻ പട്ടൗഡി അഥവാ ടൈഗർ പട്ടൗഡി. മൻസൂർ അലി ഖാന്റെ ചെറുമകനായ സെയ്ഫ് അലി ഖാനാണ് നിലവിൽ പട്ടൗഡി രാജകുടുംബത്തിന്റെ കോടിക്കണക്കിന് ആസ്തി വരുന്ന സ്വത്തുക്കളുടെ അവകാശി. ആബിദ പാക് പൗരത്വം നേടിയെങ്കിലും സെയ്ഫിന്റെ മുത്തശ്ശി വഴി പട്ടൗഡി കുടുംബത്തിലേക്ക് ഈ സ്വത്തുക്കൾ എത്തുകയാണുണ്ടായത്. സെയ്ഫിന്റെ തായ് വഴികളിൽ ഇന്ത്യൻ വേരുകൾ തന്നെയാണ് അടിയുറച്ചു നിൽക്കുന്നതെങ്കിലും ആബിദ സുൽത്താനെ പാകിസ്ഥാൻ കുടിയേറ്റമാണ് സർക്കാരിന്റെ പ്രശ്നം. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളെ ശത്രു സ്വത്തായി പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കമുണ്ട്. ആബിദ പാകിസ്ഥാനിലേക്ക് ചേക്കേറി എന്നതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സ്വത്തുക്കൾ ശത്രു സ്വത്ത് എന്ന ഗണത്തിലാണ് സർക്കാർ പെടുത്തുക. ശത്രു രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ സ്വത്തുക്കളാണ് എനിമി പ്രോപ്പർട്ടികൾ ഉള്ളത്. 1965 71 ഇന്ത്യ പാക് യുദ്ധവും 62 ഇന്ത്യ സിനോ യുദ്ധവും കണക്കിലെടുത്ത് പ്രധാനമായും പാകിസ്ഥാനും ചൈനയുമാണ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ സ്വത്തുക്കളാണ് ശത്രു സ്വത്തുക്കളായി പരിഗണിക്കപ്പെടുക. 1962 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈ സ്വത്തുക്കൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യയുടെ അധികാര പരിധിയിലാണ്. സർക്കാരിന് വേണ്ടി ഈ സ്വത്തുക്കൾ സംരക്ഷിക്കുകയാണ് കസ്റ്റോഡിയന്റെ ജോലി. 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം കസ്റ്റോഡിയന് കീഴിലുള്ള സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാനോ ഇവയ്ക്ക് അവകാശവാദം സ്ഥാപിക്കാനോ കഴിയില്ല. 2017 ഈ നിയമം കൂടുതൽ ശക്തിപ്പെടുത്തി ഭേദഗതി നിലവിൽ വന്നു. ശത്രുസ്വത്ത് എന്ന ഗണത്തിന് കൂടുതൽ മാനദണ്ഡങ്ങളുണ്ടായി. ഈ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരന്മാർ ആണെങ്കിലും ശത്രു സ്വത്തുക്കളിൽ അവകാശം സ്ഥാപിക്കാനാവില്ല. പൂർവികരുടെ സ്വത്തുക്കളിൽ സെയ്ഫ് ഉൾപ്പെടെയുള്ളവർക്ക് യാതൊരു അവകാശവും ഉന്നയിക്കാനാവില്ല എന്നാണ് അർത്ഥം. കാലാകാലം ഇവ കസ്റ്റോഡിയന്റെ അധികാര പരിധിയിൽ നിലനിൽക്കും. ഈ ഭേദഗതി പൗരന്റെ സ്വത്തവകാശത്തിൽ മേലുള്ള കടന്നുകയറ്റമാണെന്ന് നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ദേശീയ സുരക്ഷ കണക്കിലെടുത്താൽ ഈ നിയമം അനിവാര്യതയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ശത്രു സ്വത്തിന്മേൽ സർക്കാർ ഇടപെടുന്ന ആദ്യത്തെ കേസല്ല സെയ്ഫ് അലി ഖാന്റേത്. ഉത്തർപ്രദേശിലെ മഹ്മൂദാബാദ് രാജാവായിരുന്ന മുഹമ്മദ് അമീർ അഹമ്മദ് ഖാനും ഈ നിയമ നടപടി നേരിട്ടിരുന്നു. ലക്നൌവിലെ ഹസ്രത്ഗഞ്ചിലും സീതാപൂരിലും നൈനിറ്റാളിലും അളവറ്റ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അഹമ്മദ് ഖാന്. 1957 പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഇദ്ദേഹം പാക് പൗരത്വം സ്വന്തമാക്കി. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഇന്ത്യയിൽ തന്നെ തുടർന്നു. 1968 നിയമപ്രകാരം അഹമ്മദ് ഖാന്റെ സ്വത്തുക്കൾ സർക്കാർ ശത്രു സ്വത്തിൽ ഉൾപ്പെടുത്തി. ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ മകൻ മുഹമ്മദ് ആമിർ മുഹമ്മദ് ഖാൻ ഈ സ്വത്തുക്കളിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തി. 2005 മുഹമ്മദ് ഖാന് അനുകൂലമായി സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ വലിയ നിയമ പോരാട്ടങ്ങൾക്കാണ് സുപ്രീം കോടതി വിധി വഴിവെച്ചത്. ശത്രു സ്വത്തുക്കളിൽ അവകാശവാദം ഉന്നയിച്ച് നിരവധി പേർ രേഖകളുമായി രംഗത്തെത്തി. തുടർന്ന് ഈ സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിസന്ധിയിലുമായി. ഇതിനെ തുടർന്നാണ് 2017 എനിമി പ്രോപ്പർട്ടി ആക്ട് നിലവിൽ വരുന്നത്. ശത്രു സ്വത്തുക്കൾ പിൻതലമുറയിൽപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുന്ന ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തി ഈ സ്വത്തുക്കൾ സർക്കാരിന്റെ അധികാര പരിധിയിൽ തുടരും എന്ന കർശന നിർദ്ദേശം ആക്ടിലൂടെ സർക്കാർ ഉറപ്പിച്ചു. സ്വത്തവകാശം ഉന്നയിച്ച് ആരെത്തിയാലും ഈ നിയമപ്രകാരം അവർക്കതിൽ അവകാശം സ്ഥാപിക്കാനാവില്ല. അതിപ്പോൾ അവകാശവാദി ഇന്ത്യക്കാരാണെങ്കിൽ പോലും.
15,000 കോടിയുടെ സ്വത്തുകൾ ഇനി ഒരിക്കലും സെയ്ഫിന് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിന് നിയമപരമായ വകുപ്പുകൾ ഉണ്ടാകും എന്ന് പറയാനാകും. ശത്രു സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് 2018 സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ ഇതുണ്ട്. ശത്രു സ്വത്തുക്കളുടെ എല്ലാം തന്നെ സ്വഭാവവും മൂല്യവും പ്രത്യേക വാലുവേഷൻ കമ്മിറ്റികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂല്യം അനുസരിച്ച് ഇവ ലേലത്തിൽ വെക്കാൻ കഴിയും. ഉടമസ്ഥരില്ലാത്ത സ്വത്തുക്കളാണെങ്കിൽ ലേലത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ഇവ വിൽക്കും. പരമ്പരാഗത സ്വത്തുക്കൾ കമ്മിറ്റി പറയുന്ന വിലയ്ക്ക് പിൻതലമുറക്കാർക്ക് വാങ്ങാനുമാവും. ഭാഗം വെച്ച സ്വത്തുക്കളാണെങ്കിൽ പൊതു ലേലത്തിലാകും ഇവ വെക്കുക. കണക്കുകൾ പ്രകാരം 9,280 ശത്രു സ്വത്തുക്കളാണ് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടേതായി ഇന്ത്യയിലുള്ളത്. ചൈനീസ് പൗരത്വമുള്ളവരുടെ 126 സ്വത്തുക്കളും ഇന്ത്യയിലുണ്ട്.